പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് 282 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 1 മക്കബായർ അധ്യായം 1, പ്രഭാഷകന്റെ പുസ്തകം അധ്യായങ്ങൾ 1 മുതൽ 3 വരെ, സുഭാഷിതങ്ങൾ അധ്യായം 21, വാക്യങ്ങൾ 29 മുതൽ 31 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 മക്കബായർ അധ്യായം 1. മഹാനായ അലക്സാണ്ടർ, ഫിലിപ്പിൻ്റെ പുത്രനും മക്കദോനിയക്കാരനുമായ കിത്തിം ദേശത്തു നിന്ന് വന്ന അലക്സാണ്ടർ പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കിയ ശേഷം ഭരണം ഏറ്റെടുത്തു. അതിനു മുമ്പ് തന്നെ അവൻ ഗ്രീസിൻ്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, ഭൂമിയിലെ രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം ജനതകളെ കൊള്ളയടിച്ചു. ലോകം തൻ്റെ മുമ്പിൽ ശാന്തമായപ്പോൾ അവൻ സ്വയം ഉയർത്തുകയും തൻ്റെ ഹൃദയത്തിൽ അഹങ്കരിക്കുകയും ചെയ്തു. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ പ്രവിശ്യകളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ഭരണം ആരംഭിച്ചു. അവർ അവന് സാമന്തരായി. അതിനുശേഷം അവൻ ശയ്യാലംബനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തന്നോടൊപ്പം വളർന്നു വന്ന സമുന്നതരായ സഹകാരികളെ വിളിച്ചു വരുത്തി അവർക്ക് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ തൻ്റെ സാമ്രാജ്യം വിഭജിച്ചു കൊടുത്തു. 12 വർഷം ഭരിച്ച ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സഹകാരികളിൽ ഓരോരുത്തരും തൻ്റെ പ്രദേശത്ത് ഭരണം ആരംഭിച്ചു. അവൻ്റെ മരണശേഷം അവർ സ്വയം കിരീടം ധരിച്ചു. അവർക്ക് ശേഷം അവരുടെ പുത്രന്മാരും അനേക വർഷത്തേക്ക് അതുപോലെ തന്നെ ചെയ്തു. അവർ ഭൂമിയിൽ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അന്തിയോക്കസ് എപ്പിഫാനസ്. അവരിൽ നിന്ന് പാപകരമായ ഒരു വേര്, അന്തിയോക്കസ് രാജാവിൻ്റെ പുത്രനായ അന്തിയോക്കസ് എപ്പിഫാനസ് പുറത്തു വന്നു. മുമ്പ് അവൻ റോമായിൽ തടവിലായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ 137 വർഷം അവൻ രാജാവായി. അക്കാലത്ത് നിയമനിഷേധികളായ ചിലർ മുമ്പോട്ട് വന്ന് ഇസ്രായേലിൽ അനേകരെ ഇപ്രകാരം പറഞ്ഞ് പ്രലോഭിപ്പിച്ചു: നമുക്ക് ചെന്ന് നമുക്ക് ചുറ്റുമുള്ള ജനതകളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെയാണ് വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ദൃഷ്ടികളിൽ ഈ നിർദ്ദേശം ഉചിതമായിരുന്നു. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ചിലർ താൽപ്പര്യപൂർവ്വം രാജാവിൻ്റെ അടുക്കലെത്തി. ജനതകളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അങ്ങനെ അവർ ജെറുസലേമിൽ ജനതകളുടെ മാനദണ്ഡമനുസരിച്ച് ഒരു പഠനക്കളരി സ്ഥാപിച്ചു. അവർ തങ്ങളെ തന്നെ അപരിച്ഛേദിതരെ പോലെയാക്കി തീർത്തു. വിശുദ്ധ ഉടമ്പടിയിൽ നിന്ന് പിന്നാക്കം പോയി അവർ ജനതകളോട് ചേർക്കപ്പെടുകയും തിന്മ പ്രവർത്തിക്കാൻ വിൽക്കപ്പെടുകയും ചെയ്തു. അന്തിയോക്കസിൻ്റെ മുമ്പിൽ രാജ്യം ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്ത് ദേശം കൂടി ഭരിക്കാനാവുമെന്ന് അവൻ കരുതി. അങ്ങനെ 2 രാജ്യങ്ങളുടെയും അധിപനാകാമെന്ന് അവൻ മോഹിച്ചു. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിൽ പ്രവേശിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ യുദ്ധം ചെയ്തു. ടോളമി അവൻ്റെ മുമ്പിൽ നിന്ന് വിഷണ്ണനായി പിന്തിരിഞ്ഞോടി മുറിവേൽപ്പിക്കപ്പെട്ട് വളരെ പേർ നിപതിച്ചു. ഈജിപ്ത് ദേശത്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143 ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്തിയോക്കസ് മടങ്ങി. എന്നാൽ അവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ് ശക്തമായൊരു സൈന്യവുമായി ജെറുസലേമിലേക്ക് കയറിച്ചെന്നു. അവൻ ഔദ്ധത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. കാഴ്ചയപ്പത്തിൻ്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ ധൂപകലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ സ്വർണ്ണച്ചമയങ്ങളും അങ്ങനെ എല്ലാ വസ്തുക്കളും അവൻ കൊള്ളയടിച്ചു. വെള്ളിയും സ്വർണവും വിലപിടിപ്പുള്ള പാത്രങ്ങളും അവൻ കൈവശപ്പെടുത്തി. ഒളിച്ചു വെച്ചിരുന്നതായി കണ്ട നിധികൾ അവൻ കൈക്കലാക്കി. അവയെല്ലാം എടുത്തുകൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ കൂട്ടക്കൊല നടത്തുകയും വളരെ ഗർവോടെ സംസാരിക്കുകയും ചെയ്തു. ഇസ്രായേലിൽ അവരുടെ ഓരോ സ്ഥലത്തും വലിയ വിലാപമുണ്ടായി. ഭരണാധിപന്മാരിലും ശ്രേഷ്ഠന്മാരിലും നിന്ന് ഒരു ദീനരോധനമുയർന്നു.
കന്യകമാരും യുവാക്കന്മാരും രോഗികളായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു. ഓരോ മണവാളനും വിലാപഗാനമുതിർത്തു. മണവറയിലിരുന്നവൾ വിലപിക്കുകയായിരുന്നു. ദേശം അതിൻ്റെ നിവാസികളെ പ്രതി ഉലയ്ക്കപ്പെട്ടു. യാക്കോബിൻ്റെ ഓരോ ഭവനവും ലജ്ജാവൃതമായി. മതമർദ്ദനം. 2 വർഷത്തിന് ശേഷം രാജാവ് കപ്പം പിരിവുകാരിൽ പ്രധാനിയായവനെ യൂദാനഗരങ്ങളിലേക്ക് അയച്ചു. ശക്തമായൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി. അവൻ അവരോട് സമാധാനത്തിൻ്റെ ഭാഷ കപടമായി സംസാരിച്ചു. അവർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരത്തിൻ്റെ മേൽ ചാടി വീഴുകയും അതിന് കനത്ത ആഘാതമേൽപ്പിക്കുകയും ഇസ്രായേൽ ജനത്തിലെ അനേകം പേരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു, അത് തീവച്ച് നശിപ്പിച്ചു, അതിലെ വീടുകളും ചുറ്റുമതിലുകളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെ കവർച്ച ചെയ്തു. വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും കൊണ്ട് അവർ ദാവീദിൻ്റെ നഗരത്തെ സുശക്തമാക്കി. അതവർക്ക് അഭയസ്ഥലമായി തീർന്നു. അവർ പാപമംഗലമായൊരു ജനതയെ, നിയമധ്വംസകരായ ആളുകളെ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ പ്രബലരായി. അവർ ആയുധങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും ശേഖരിക്കുകയും അവ ജെറുസലേമിൽ നിന്ന് സ്വരുക്കൂട്ടിയ കവർച്ച വസ്തുക്കളോടൊപ്പം അവിടെ സംഭരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വലിയൊരു ഭീഷണിയായി തീർന്നു. അത് വിശുദ്ധ സ്ഥലത്തിന് ഒരു കെണിയും ഇസ്രായേലിന് നിരന്തരമായ ഒരു ദുഷ്ടപ്രതിയോഗിയും ആയിത്തീർന്നു. വിശുദ്ധ സ്ഥലത്തിനു ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. അങ്ങനെ അവർ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കി. ജെറുസലേമിലെ നിവാസികൾ അവരെ പ്രതി ഓടിപ്പോയി. അവൾ അന്യരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവരുടെ വിശുദ്ധ സ്ഥലം മരുഭൂമി പോലെ വിജനമാക്കപ്പെട്ടു. അവരുടെ തിരുനാളുകൾ വിലാപങ്ങളായും അവരുടെ സാപത്തുകൾ പരിഹാസ വിഷയമായും അവരുടെ ബഹുമതി അപമാനമായും മാറ്റപ്പെട്ടു. അവൾക്കുണ്ടായിരുന്ന മഹത്വത്തിനുപരി അവരുടെ അപകീർത്തി വർദ്ധിതമായി. അവരുടെ ഔന്നത്യം വിലാപമായി മാറ്റപ്പെട്ടു. രാജാവ് തൻ്റെ രാജ്യത്തിന് മുഴുവനുമായി എഴുതി, എല്ലാവരും ഒരു ജനതയായി തീരണം. അതിനായി ഓരോരുത്തരും അവനവൻ്റെ ആചാരങ്ങൾ ഉപേക്ഷിക്കണം. എല്ലാ ജനതകളും രാജാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. ഇസ്രായേലിൽ വളരെ പേർക്ക് അവൻ്റെ മതം സ്വീകാര്യമായി. അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. നാടിനന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ രാജാവ് ജെറുസലേമിലേക്കും യൂദായിലെ പട്ടണങ്ങളിലേക്കും ദൂതന്മാർ വശം കൽപ്പനകൾ അയച്ചു. അത് വിശുദ്ധ സ്ഥലത്ത് ഹോമയാഗങ്ങളും ബലികളും പാനീയയാഗങ്ങളും നിരോധിക്കാനും സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കാനും വിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധരെയും മലിനമാക്കാനും ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കാനും പന്നികളെയും അശുദ്ധമൃഗങ്ങളെയും ബലിയർപ്പിക്കാനും തങ്ങളുടെ പുത്രന്മാരെ അപരിച്ഛേദിതരായി വിടാനും എല്ലാത്തരം അശുദ്ധിയും മ്ലേച്ഛതയും വഴി അവർ തങ്ങളെ തന്നെ അശുദ്ധമാക്കാനും ആയിരുന്നു. അങ്ങനെ അവർ നിയമം വിസ്മരിക്കുകയും എല്ലാത്തരം ചട്ടങ്ങളും വ്യത്യസ്തമാക്കുകയും ചെയ്യണമായിരുന്നു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കും. ഇക്കാര്യങ്ങളെല്ലാം അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. ഓരോ ജനതയുടെയും മേൽ അവൻ മേൽനോട്ടക്കാരെ നിയമിച്ചു. യൂദായുടെ പട്ടണങ്ങളിൽ ഓരോന്നിലും ഒന്നിനു പുറകെ ഒന്നായി ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. ജനത്തിൽ നിന്ന് വളരെ പേർ നിയമം ഉപേക്ഷിച്ചവരെല്ലാം അവരോട് ചേർക്കപ്പെടുകയും അവർ നാട്ടിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഇസ്രായേല്യർ അവരുടെ ഓരോ അഭയസ്ഥാനത്തും ഒളിക്കാൻ അക്കൂട്ടർ ഇടവരുത്തി. 145 വർഷം കിസ്ലേവ് മാസം 15 ദിവസം ഹോമയാഗപീഠത്തിന്മേൽ അവൻ വിനാശത്തിൻ്റെ മ്ലേച്ഛ വസ്തു സ്ഥാപിച്ചു. ചുറ്റുമുള്ള യൂദാനഗരങ്ങളിലും അവർ അൾത്താരകൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപമർപ്പിച്ചിരുന്നു. കണ്ടുകിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി അവർ തീയിൽ കത്തിച്ചു. ആരുടെയെങ്കിലും പക്കൽ ഉടമ്പടി ഗ്രന്ഥം കണ്ടെത്തുകയോ ആരെങ്കിലും നിയമം പാലിക്കുകയോ ചെയ്താൽ അവൻ രാജവിധി പ്രകാരം മരിക്കേണ്ടിയിരുന്നു. പട്ടണങ്ങളിൽ കണ്ടെത്തിയ ഓരോ ഇസ്രായേൽക്കാരനുമെതിരെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അവർ മാസം തോറും നടപടിയെടുത്തിരുന്നു. ഹോമയാഗപീഠത്തിനരികെ സ്ഥാപിച്ചിരുന്ന പീഠത്തിൽ മാസത്തിൻ്റെ 25 ദിവസം അവർ ബലിയർപ്പിച്ചു പോന്നു. തങ്ങളുടെ പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ചിരുന്ന സ്ത്രീകളെ അവർ കൽപ്പനപ്രകാരം വധിക്കാൻ തുടങ്ങി. അവരുടെ കഴുത്തിൽ ശിശുക്കളെ കെട്ടിത്തൂക്കി. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം നടത്തിക്കൊടുത്തവരും വധിക്കപ്പെട്ടു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിൽക്കുകയും അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് സ്വയം നിശ്ചയിച്ചുറപ്പിക്കുകയും ചെയ്തു. ഭക്ഷണത്താൽ മലിനരാവുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിബദിച്ചു. പ്രഭാഷകൻ അധ്യായം 1. ജ്ഞാനത്തിൻ്റെ രഹസ്യം. സർവജ്ഞാനവും കർത്താവിൻ്റെ പക്കലാണ്. അവിടുത്തോടുകൂടെ അതെന്നേക്കും ആയിരിക്കുന്നു. ആഴിമണലും മഴത്തുള്ളികളും
നിത്യതയുടെ ദിനങ്ങളും ആര് എണ്ണും? ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളവും ജ്ഞാനവും ആരന്വേഷിച്ച് കണ്ടെത്തും? എല്ലാറ്റിനും മുമ്പേ ജ്ഞാനം സൃഷ്ടിക്കപ്പെട്ടിരുന്നു, നിത്യത മുതലേ ഉൾക്കാഴ്ചയുടെ വിവേകവും. ജ്ഞാനത്തിൻ്റെ വേര് ആർക്കാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്? അവരുടെ മഹാകൃത്യങ്ങൾ ആരറിഞ്ഞു? ജ്ഞാനിയായ, അത്യന്തം ഭീതിതനായ, സ്വന്തം സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരുവനുണ്ട്. അതേ കർത്താവാണ് അവളെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ എല്ലാ സൃഷ്ടികളുടെയും മേൽ അവിടുന്ന് അവളെ പകർന്നു നൽകി. അവിടുത്തെ ദാനത്തിനൊത്ത് അവൾ സകല ജഡത്തോടും കൂടെയുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകി. കർത്തൃഭയം. കർത്തൃഭയം മഹത്വവും അഭിമാനവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ്. കർത്തൃഭയം ഹൃദയത്തെ ആനന്ദിപ്പിക്കും. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യും. കർത്താവിനെ ഭയപ്പെടുന്നവന് അന്ത്യത്തിൽ ശുഭം ഭവിക്കും. തൻ്റെ അന്ത്യദിനത്തിൽ അവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. വിശ്വാസികളോടൊപ്പം അവരുടെ മാതൃഗർഭത്തിൽ അവൾ ഒരുമിച്ച് ഉരുവാക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യതയുടെ ഒരു അസ്ഥിവാരം കെട്ടി. അവരുടെ സന്തതിയുടെ ഇടയിൽ അവൾ ഭരമേൽപ്പിക്കപ്പെടും. കർത്താവിനെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ നിറവാണ്. അവൾ തൻ്റെ ഫലങ്ങൾ കൊണ്ട് അവരെ ഉന്മത്തരാക്കുന്നു. അവൾ അവരുടെ ഭവനം മുഴുവൻ അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കുന്നു, കലവറ അവളുടെ വിഭവങ്ങൾ കൊണ്ടും. കർത്തൃഭയം ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു. അത് സമാധാനവും സമഗ്ര സൗഖ്യവും സമൃദ്ധമാക്കുന്നു. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വിജ്ഞാനവും വിവേകത്തിൻ്റെ അറിവും വർഷിച്ചു. അവളെ ചേർത്തണയ്ക്കുന്നവരുടെ മഹത്വം അവിടുന്ന് വർദ്ധിപ്പിച്ചു. കർത്താവിനെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ വേരാണ്, ദീർഘായുസ് അവരുടെ ശാഖകളും. അന്യായമായ കോപം ന്യായീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ഒരുവൻ്റെ കോപഭാരം അവന് പതനമാകും. ക്ഷമാശീലൻ തക്ക സമയം വരെ പിടിച്ചു നിൽക്കും, പിന്നീടവന് സന്തോഷം സംജാതമാകും. തക്ക സമയം വരെ അവൻ തൻ്റെ വാക്കുകൾ മറച്ചുവെക്കും. അനേകരുടെ അധരങ്ങൾ അവൻ്റെ വിവേകം വർണ്ണിക്കും. ജ്ഞാനഭണ്ഡാരങ്ങളിൽ വിജ്ഞാന സൂക്തങ്ങളാണ്, എന്നാൽ പാപിക്ക് ദൈവഭക്തി മ്ലേച്ഛതയാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നെങ്കിൽ നീ പ്രമാണങ്ങൾ കാക്കുക, കർത്താവ് നിനക്ക് അത് സമൃദ്ധമായി നൽകും. അതിനാൽ കർത്തൃഭയം ജ്ഞാനവും ശിക്ഷണവുമാകുന്നു. അവിടുത്തെ പ്രസാദം വിശ്വസ്തതയും ശാന്തതയുമാണ്. കർത്തൃഭയത്തിന് നീ എതിര് നിൽക്കരുത്. വിഭക്ത ഹൃദയത്തോടെ നീ അവിടുത്തോട് അടുക്കരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതിരിക്കുക. നിന്റെ അധരങ്ങളിൽ ശ്രദ്ധ വെക്കുക. നീ നിബദിക്കാതിരിക്കാനും സ്വയം അവമതി കൊണ്ടുവരാതിരിക്കാനുമായി നിന്നെ തന്നെ ഉയർത്താതിരിക്കുക. നീ കർത്തൃഭയത്തിലേക്ക് വരാത്തതിനാലും നിന്റെ ഹൃദയം വഞ്ചന നിറഞ്ഞതായതിനാലും നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സഭാമധ്യേ നിന്നെ താഴ്ത്തിക്കെട്ടും. പ്രഭാഷകൻ അധ്യായം 2. കർത്താവിനോടുള്ള കടമകൾ. കുഞ്ഞെ, നീ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വരുന്നെങ്കിൽ പ്രലോഭനത്തിനായി സ്വയം ഒരുങ്ങിയിരിക്കുക. നീ നിന്റെ ഹൃദയം അവക്രമാക്കുകയും ദൃഢതയുള്ളവനായിരിക്കുകയും ചെയ്യുക. ആപത്ത് നേരത്ത് തിടുക്കം കൂട്ടരുത്. നിന്റെ അന്ത്യദിനങ്ങളിൽ നിനക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതിന് വിട്ടകലാതെ അവിടുത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. നിനക്ക് വന്നു ഭവിക്കുന്നത് എന്തായാലും അത് സ്വീകരിക്കുക. നിന്റെ അപമാനത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ നീ ദീർഘക്ഷമയുള്ളവനായിരിക്കുക. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, അഭിമതരായ വ്യക്തികൾ അപമാനത്തിൻ്റെ ചൂളയിലും. അവിടുന്നിൽ വിശ്വസിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നിന്റെ വഴികൾ നേരെയാക്കി അവിടുന്നിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവരെ അവിടുത്തെ കരുണയ്ക്കായി കാത്തിരിക്കുവിൻ. നിങ്ങൾ വീഴാതിരിക്കേണ്ടതിന് വഴിമാറരുത്. കർത്താവിനെ ഭയപ്പെടുന്നവരെ നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവിടുന്നിൽ വിശ്വസിക്കുവിൻ. കർത്താവിനെ ഭയപ്പെടുന്നവരെ ഐശ്വര്യങ്ങൾക്കും നിത്യതയുടെ ആനന്ദത്തിനും കരുണയ്ക്കുമായി പ്രത്യാശിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിച്ചു നോക്കുവിൻ. കർത്താവിൽ വിശ്വസിച്ചിട്ട് ആരാണ് ലജ്ജിതനായത്? അഥവാ അവിടുത്തെ ഭയത്തിൽ നിലനിന്നിട്ട് ആരാണ് പരിത്യക്തനായത്? അഥവാ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരെയാണ് അവിടുന്ന് അവഗണിച്ചത്? എന്തെന്നാൽ കർത്താവ് അലിവുള്ളവനും കാരുണ്യവാനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടകാലത്ത് രക്ഷിക്കുകയും ചെയ്യുന്നു. ഭീരുത്വമാർന്ന ഹൃദയങ്ങൾക്കും അലസമായ കരങ്ങൾക്കും 2 വഴികളിൽ ചരിക്കുന്ന പാപിക്കും ദുരിതം. അലസമായ ഹൃദയത്തിന് ദുരിതം, എന്തെന്നാൽ അത് വിശ്വസിക്കുന്നില്ല. ഇക്കാരണത്താൽ അത് സംരക്ഷിക്കപ്പെടുകയില്ല. സഹനശക്തി നഷ്ടപ്പെട്ടവരായ നിങ്ങൾക്ക് ദുരിതം. കർത്താവ് സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനങ്ങൾ അനുസരിക്കാതിരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗങ്ങൾ കാക്കും.
കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ നിയമത്താൽ സംതൃപ്തരാക്കപ്പെടും. കർത്താവിനെ ഭയപ്പെടുന്നവർ തങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കിവെക്കും. അവർ തങ്ങളുടെ ആത്മാക്കളെ അവിടുത്തെ മുമ്പിൽ വിനീതമാക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലേക്കല്ല, കർത്തൃകരങ്ങളിലേക്ക് വീഴാം. എന്തെന്നാൽ അവിടുത്തെ പ്രാഭവം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. പ്രഭാഷകൻ അധ്യായം 3. മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. മക്കളെ, പിതാവായ എന്നെ ശ്രവിക്കുവിൻ. നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ അപ്രകാരം പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് മക്കൾക്കുപരിയായി പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പുത്രന്മാർക്ക് മേലുള്ള അമ്മയുടെ അധികാരം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു. സ്വന്തം അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിധി സംഭരിക്കുന്നവനെ പോലെയാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മക്കളാൽ സന്തോഷിപ്പിക്കപ്പെടും. തൻ്റെ പ്രാർത്ഥനയുടെ ദിനത്തിൽ അവൻ കേൾക്കപ്പെടും. പിതാവിനെ മഹത്വപ്പെടുത്തുന്നവന് ദീർഘായുസ്സുണ്ടാകും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ ഊർജ്ജസ്വലയാക്കുന്നു. തന്നെ ജനിപ്പിച്ചവരുടെ ഇടയിൽ യജമാനന്മാർക്കെന്ന പോലെ അവൻ ശുശ്രൂഷകനായിരിക്കും. പിതാവിൽ നിന്നുള്ള അനുഗ്രഹം നിനക്ക് വന്നു ഭവിക്കേണ്ടതിന് പ്രവൃത്തിയിലും വാക്കിലും അവനെ ബഹുമാനിക്കുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ സുസ്ഥാപിതമാക്കും. അമ്മയുടെ ശാപമോ അടിത്തറകൾ ഇളക്കും. നിന്റെ പിതാവിൻ്റെ അവമതിയിൽ നീ സ്വയം മഹത്വീകരിക്കരുത്. എന്തെന്നാൽ പിതാവിൻ്റെ അവമതി നിനക്ക് മഹത്വമല്ല. ഒരാളുടെ മഹത്വം തൻ്റെ പിതാവിനോടുള്ള ബഹുമാനത്തിൽ നിന്നാണ്. അനാദരത്തിലായിരിക്കുന്ന ഒരമ്മ മക്കൾക്ക് അപമാനമാണ്. കുഞ്ഞെ, നിന്റെ പിതാവിൻ്റെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. അവൻ്റെ ജീവിതകാലത്ത് അവനെ ദുഃഖിപ്പിക്കരുത്. അവന് വിവേകക്കുറവുണ്ടായാലും സഹിഷ്ണുത കാണിക്കുക. നിന്റെ സർവ്വപ്രാഭവത്തിലും അവനെ നിന്ദിക്കരുത്. എന്തെന്നാൽ പിതാവിനോടുള്ള കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങൾക്ക് പകരമായി അത് നിനക്ക് പ്രയോജകീഭവിക്കും. നിന്റെ കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് അനുകൂലമായി സ്മരിക്കപ്പെടും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെങ്ങനെയോ അങ്ങനെ നിന്റെ പാപങ്ങൾ നീക്കപ്പെടും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിനാൽ ശപിക്കപ്പെടുന്നു. എളിമ. കുഞ്ഞെ, സൗമ്യമായി നിന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. അഭിമത വ്യക്തിയാൽ നീ സ്നേഹിക്കപ്പെടും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം സ്വയം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നീ കൃപ കണ്ടെത്തും. എന്തെന്നാൽ കർത്താവിൻ്റെ ശക്തി വലുതാണ്. വിനീതരാൽ അവിടുന്ന് മഹത്വീകൃതനാകുന്നു. നിനക്ക് കഠിനതരമായവ നീ അന്വേഷിക്കേണ്ട. നിനക്ക് ഏറെ ദുഷ്കരമായവ പരീക്ഷിക്കുകയും വേണ്ട. നിനക്ക് പരമേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്തെന്നാൽ നിഗൂഢമായവയുടെ ആവശ്യം നിനക്കില്ല. നിനക്കതീതമായ പ്രവർത്തനങ്ങളിൽ നീ ഇടപെടരുത്. മനുഷ്യരുടെ ഗ്രഹണശക്തിക്ക് ഉപരിയായവ നിനക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തെന്നാൽ തങ്ങളുടെ സിദ്ധാന്തീകരണം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാനുമാനം അവരുടെ ചിന്തകൾക്ക് പതനകാരണമായിട്ടുണ്ട്. അഹങ്കാരം. കഠിനഹൃദയം ഒടുവിൽ ഞെരുക്കപ്പെടും. സാഹസപ്രേമി അതിൽ നശിക്കും. കഠിനഹൃദയം കഷ്ടതകളാൽ ഭാരപ്പെടും. പാപി പാപത്തിനുമേൽ പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടതയുടെ തൈച്ചെടി അവനിൽ വേരുറച്ചിരിക്കുന്നു. തിരിച്ചറിവുള്ള ഹൃദയം പഴമൊഴി ഗ്രഹിക്കും. ശ്രദ്ധയുള്ളവൻ്റെ ചെവിയാണ് ജ്ഞാനിയുടെ ആഗ്രഹം. ദരിദ്രരോടുള്ള കടമകൾ. ജ്വലിക്കുന്ന അഗ്നിയെ ജലം കെടുത്തും. ദാനധർമ്മം പാപങ്ങൾ പരിഹരിക്കും. പ്രത്യുപകാരം ചെയ്യുന്നവൻ വരാനിരിക്കുന്നവയെക്കുറിച്ച് ചിന്തിച്ചവനാണ്. തൻ്റെ വീഴ്ചയുടെ നേരത്ത് അവൻ പിന്തുണ കണ്ടെത്തും. സുഭാഷിതങ്ങൾ അധ്യായം 21, വാക്യങ്ങൾ 29 മുതൽ 31 വരെ. ദുഷ്ടവ്യക്തി തൻ്റെ മുഖത്ത് കഠിനഭാവം വരുത്തുന്നു. സ്വന്തം വഴികൾ ഉറപ്പിക്കുന്നവനാണ് സത്യസന്ധൻ. കർത്താവിനെതിരായി ജ്ഞാനമില്ല, വിവേകമില്ല, ഉപദേശവുമില്ല. യുദ്ധ ദിനത്തിനു വേണ്ടി കുതിര സജ്ജമാക്കപ്പെടുന്നു. എന്നാൽ വിജയം കർത്താവിനുള്ളതാണ്. നല്ല ദൈവമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 282 ദിവസത്തിൽ വചനം വായിക്കാൻ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാൻ തന്ന വലിയ കൃപ, അവിടുത്തെ അനന്തമായ നന്മ എല്ലാം ഓർത്ത് കർത്താവെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്ന് മുതൽ മക്കവായരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ കൂടുതൽ ഗഹനമായൊരു ശ്രദ്ധ ഈ ചരിത്ര വായനകളിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ എന്നും ഞാൻ അങ്ങയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ വചന വായനയിൽ മുടക്കമില്ലാതെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവെ, ഈ വചനം വായിക്കുന്നതിലൂടെ ലഭിക്കുന്ന
കൃപ തിരിച്ചറിയാൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, 282 ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ പഴയ നിയമ വായനകൾ ഈ ഒരു കാലഘട്ടം വായിക്കുന്നതോടുകൂടി പൂർത്തിയാവുകയാണ്. നമ്മൾ അടുത്ത കാലഘട്ടം മുതൽ ഈ മിശിഹായുഗ പൂർത്തീകരണത്തിലേക്ക് കടക്കും. അതുകൊണ്ട് നമുക്ക് ഈ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പുതിയ നിയമകാലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചൂണ്ടുപലകകൾ, ദിശാബോധം ഇതെല്ലാം നൽകപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ മക്കബായ വിപ്ലവത്തിൻ്റെ കാലഘട്ടം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ആയതിൽ പിന്നെ ഉണ്ടായ ചില പ്രധാനപ്പെട്ട ചരിത്രഗതിയിലെ മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, ഇതുവരെ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത് പേർഷ്യ രാജാക്കന്മാരാണ്. BC 333 മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകനായിരുന്ന ചെറുപ്പക്കാരനായിരുന്ന അലക്സാണ്ടർ പേർഷ്യൻ രാജാവായിരുന്ന ദാരിയൂസ് മൂന്നാമനെ പരാജയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വിപുലമാക്കുകയും ഏകദേശം മധ്യപൂർവേഷ്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും അദ്ദേഹം കൈവശപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ്, വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം മരിക്കുന്നു. ഏതാണ്ട് 12 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സാമ്രാജ്യം തൻ്റെ സ്നേഹിതന്മാരായിരുന്ന 4 സൈനിക മേധാവികൾക്ക് വിഭജിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം 4ആയി വിഭജിക്കപ്പെടുമ്പോൾ അതിലെ ഒരു ഭാഗം സെല്യൂക്കസ് രാജാക്കന്മാർ, സെലൂസിഡ് കിങ്ഡം, അവരതിൻ്റെ അധിപന്മാരായി മാറുന്നു. അതിലെ പിന്തുടർന്നു വന്ന രാജാക്കന്മാരിലെ ഏറ്റവും അധമനും നീചനുമായ രാജാവായിരുന്നു അന്തിയോക്കസ് 4 അഥവാ അന്തിയോക്കസ് എപ്പിഫാനസ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുകൂടി പലസ്തീനായിലെങ്ങും ദൈവജനം താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വിജാതീയവൽക്കരണം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാവത്തിലേക്ക് എത്തുകയാണ്. ഹെല്ലനിസം അല്ലെങ്കിൽ ഹെല്ലനൈസേഷൻ, യവനവൽക്കരണം എന്നാണ് അതിനെ വിളിക്കുന്നത്. തൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാ ആളുകളും ഒരു ജനതയായി തീരാൻ വേണ്ടി അന്തിയോക്കസ് എപ്പിഫാനസ് ചെയ്തത് ഗ്രീക്ക് സംസ്കാരവും ഗ്രീക്ക് ജീവിത രീതികളും ഗ്രീക്ക് വിശ്വാസവും ആരാധനകളുമെല്ലാം സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പരിച്ഛേദനം നിയമവിരുദ്ധമായി, സാബത്ത് അനുഷ്ഠിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഭക്ഷണ സംബന്ധമായ നിയമങ്ങൾ എല്ലാം തെറ്റിക്കാൻ അവരെ നിർബന്ധിക്കുന്നു. പന്നി മാംസം ഭക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ വിജാതീയ ജീവിത രീതികളിൽ പരിശീലനം കൊടുക്കുന്നതിന് ഒരു പഠനക്കളരി അഥവാ ഒരു ജിംനേഷ്യം അദ്ദേഹം പലസ്തീനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നു. അവിശ്വാസികളായ പലരും, യഹൂദർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്ന് വിജാതീയവൽക്കരണത്തിന് വിധേയരാകുന്നു. പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു. 1-ാം അധ്യായത്തിൽ വായിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭയാനകമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരിതം അദ്ദേഹം ദൈവജനത്തിന് സമ്മാനിക്കുന്നത് ഒരു 3 തലങ്ങളിലാണ് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം, പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ജനം 3 മേഖലകളാണ് സുസ്ഥിരപ്പെടുത്തിയത്. 1, ദേവാലയം അവർ പുനഃസ്ഥാപിച്ചു. 2, അവർ നിയമാനുഷ്ഠാനത്തിൽ ശ്രദ്ധ പുലർത്തി. 3, അവർ ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കിപ്പണിഞ്ഞു. അന്തിയോക്കസ് എപ്പിഫാനസ് ചെയ്യുന്നത് ഈ 3 മേഖലയിലും കൈവെക്കുക എന്നതാണ്. അദ്ദേഹം ദേവാലയം അശുദ്ധമാക്കി, നിയമപാലനം നിയമവിരുദ്ധമാക്കി മാറ്റി. യഹൂദൻ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നത് അന്തിയോക്കസിൻ്റെ കണ്ണിൽ നിയമവിരുദ്ധമായ പ്രവൃത്തിയായി പ്രഖ്യാപിച്ചു. 3-ാമതായി അദ്ദേഹം ജെറുസലേമിൻ്റെ, നെഹെമിയ പണിത ജെറുസലേമിൻ്റെ മതിലുകൾ തകർത്ത് കളഞ്ഞു. അതായത് ഈ ദൈവജനത്തെ ദൈവാഭിമുഖ്യമുള്ള ഒരു ജനതയായി നിലനിർത്തിയിരുന്ന ആ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ദേവാലയവും നിയമപാലനവും അതുപോലെ മറ്റുള്ള ജനതകളുമായി ഇടകലരാതിരിക്കാനുള്ള സംരക്ഷണമായ മതിലുകളും, ഇവയുടെ 3ൻ്റെ മേലുമാണ് അന്തിയോക്കസ് കൈവെക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവൃത്തി ദേവാലയം ഡെസക്രേറ്റ് ചെയ്തു, മലിനമാക്കി എന്നതാണ്. ദാനിയേൽ കണ്ട ദർശനങ്ങളിലൊന്നിൽ പറഞ്ഞിരുന്നു, വിനാശത്തിൻ്റെ മ്ലേച്ഛവസ്തു വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ദർശനം. അദ്ദേഹം ജെറുസലേം ദേവാലയത്തിനകത്ത് വിജാതീയ ദേവൻ്റെ വിഗ്രഹം സ്ഥാപിക്കുകയും ദേവാലയത്തെ ഒരു ബ്രോത്തൽ ഹൗസായി, ദേവാലയത്തിൻ്റെ ചില ഭാഗങ്ങളെ ഒരു വേശ്യാലയമാക്കി മാറ്റുക പോലും ചെയ്തു എന്നതാണ് ചരിത്രം. അങ്ങനെ ഭയാനകമായ ഒരു മതപീഡനത്തിൻ്റെ കാലം യഹൂദ ജനതയ്ക്ക് ആരംഭിക്കുമ്പോൾ ഈ ജനതയിൽ ചില ആളുകൾ വിശ്വസ്തരായി നിന്നു. അവർ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പരിശ്രമിച്ചു. അവർ ഈ പൈശാചികമായ പ്രവർത്തനത്തെ തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചുള്ള ജീവിതം കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രമാണ് മക്കബായ വിപ്ലവം വിവരിക്കുന്ന മക്കബായരുടെ 1-ഉം 2ഉം പുസ്തകങ്ങൾ. കുറേയധികം ആളുകൾ അന്തിയോക്കസിനോട് ചേർന്ന്
ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിനോട് അനുരൂപപ്പെട്ടെങ്കിലും അതിനോട് ചെറുത്തു നിന്നവരുടെ ചരിത്രമാണ് ബൈബിൾ പ്രധാനമായും പറയുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലങ്ങളെ ശത്രു സ്പർശിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ പ്രത്യക്ഷമായി തിരിച്ചറിയണമെന്നില്ല. ഈ 3 മേഖലകളും, ദൈവാരാധന, അതുപോലെ തന്നെ കാറ്റക്കിസം, ദൈവം തന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു ജീവിത രീതി, അതുപോലെ തന്നെ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ്, ഈ കാര്യങ്ങളിലൊക്കെ ഇന്ന് ശത്രു കൈവച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യഹൂദ ജനതയുടെ പീഡനത്തിൻ്റെ കഥയല്ല, ഇതെൻ്റെ കഥയാണ്, ഇത് നിങ്ങളുടെ കഥയാണ്. അതുകൊണ്ട് ഇത് ഗൗരവത്തോടെ വായിക്കാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നല്ല ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് നൽകട്ടെ. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ സമീപത്തേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം, അത്രയും നേരവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.